ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു യുവതിയുടെ സ്വപ്നത്തിന്റെ ഒരു കുഞ്ഞു കഥയുണ്ട്. സ്വപ്നത്തിൽ ആ യുവതി ഒരു കടയിലാണ്. അവിടെ പ്രപഞ്ച സൃഷ്ടാവാണ് വിൽപ്പനക്കാരനായി നിൽക്കുന്നത്. യുവതി കടക്കാരനോട് ചോദിച്ചു, ഇവിടെ എന്തെല്ലാം വിൽക്കുന്നുണ്ട്? കടക്കാരൻ പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഒരു നിമിഷം ചുറ്റിനും കണ്ണോടിച്ച ശേഷം യുവതി പറഞ്ഞു, എനിക്ക് മനസമാധാനമാണ് വേണ്ടത്, എനിക്ക് സന്തോഷമാണ് വേണ്ടത്, എനിക്ക് സമാധാനമാണ് വേണ്ടത്. കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പഴങ്ങൾ വിൽക്കുന്ന ഇടമല്ല, വിത്തുകൾ നൽകുന്ന ഇടമാണ്. നോക്കൂ, നമുക്ക് കിട്ടിയ വിത്തുകളെ ശ്രദ്ധയോടെ പരിപാലിക്കുക എന്നതല്ലാതെ നല്ല ഫലം കിട്ടാൻ മറ്റു മാർഗം ഒന്നുമില്ല. എനിക്ക് കിട്ടിയ വിത്ത് പരിപൂർണതയുള്ളതാണ് എന്ന മിഥ്യാബോധം ആദ്യമേ ദൂരെ വലിച്ചെറിയുക. ഞാൻ പരിപൂർണൻ അല്ലാത്തതുപോലെ നമ്മുടെ മക്കളും നമ്മുടെ വിത്തുകളും പരിപൂർണമാവില്ലല്ലോ. പ്രലോഭനങ്ങളിൽ വീണുപോകാനുള്ള സാധ്യതകൾ ഏവരിലുമുണ്ട്. ചുറ്റിനും പ്രലോഭിപ്പിക്കുന്ന പലതുമുണ്ട്. അതിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ലഹരി. ദിവസവും ലഹരി ഉപയോഗത്തിന്റെ ഫലമായുണ്ടാകുന്ന ക്രൂരതകൾ കണ്ടാണ് കേരളം ഇന്ന് കണ്ണു തുറക്കുന്നത്. നിയമസഭയിൽ നടന്ന ചർച്ചയിലെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് പറഞ്ഞത്, ആഷിക്ക് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊതിക്കാൻ ഒരു കൊടുവാൾ ആവശ്യപ്പെടുന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കഴുത്തറുത്ത് കൊന്ന ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആഷിക്കിനെയാണ് ഓടിക്കൂടിയവർ കാണുന്നത്. ആഷിക്ക് ആ കൊലയുടെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്നുള്ള കാരണമാണ് ആ അരുംകൊലയ്ക്ക് അയാൾ പറഞ്ഞത്. ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. പറവൂര് ചേന്നമംഗലത്ത് വീട്ടിൽ കയറി 3 പേരെ അടിച്ചു കൊന്നു. കിഴക്കുംപുറത്ത് ഋതു ജയൻ എന്നയാളാണ് കൊല നടത്തിയത്. അച്ഛനെയും അമ്മയെയും മകളെയും അവരുടെ കൊച്ചു മക്കളുടെ മുന്നിലിട്ടാണ് ഇയാൾ കൊന്നത്. ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു. ഇന്ന് രക്ഷിതാക്കൾ ഏറെ ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം. കുട്ടികൾ ലഹരി വസ്തുക്കളുടെ അടിമകളാകുന്നതിന് സാധ്യതയേറെയാണെന്നും തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ ഈ ദുശീലത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നുമൊക്കെ വിദഗ്ധർ പറയാറുണ്ട്. പക്ഷെ എങ്ങനെ സാധിക്കും? നിയമസഭയിൽ തന്നെ നടന്ന ചർച്ചയിൽ ഈ ഭാഗം കേട്ടു നോക്കൂ. മുമ്പ് കാലത്ത് മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ലഹരി, മദ്യം കഴിച്ചാൽ അതിന്റെ സ്മെല്ലുണ്ടാകുമായിരുന്നു, ആളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. മദ്യപാനിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലേക്കുള്ള MDM പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചാൽ ഭ്രാന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം തന്നെ ജനപ്രതിനിധികളാണ്. ഓരോ രീതിയിലേക്കും ഓരോ ഭാഗങ്ങളിലും മേഖലയിലും ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. വ്യത്യസ്ത രീതിയിലേക്കുള്ള അനുഭവങ്ങൾ ഓരോ ആളുകൾക്കുമുണ്ട്. ഉമ്മയെ മകൻ കത്തിയെടുത്ത് കുത്തുകയാണ്, ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതുണ്ട്. അപ്പൂപ്പനെ കൊല്ലുകയാണ്. താലോലിച്ച് വളർത്തിയിട്ടുള്ള അപ്പൂപ്പനെ ലഹരി കഴിച്ചു ആരാണെന്നറിയാത്ത രീതിയിലേക്ക് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായി ദിവസവും കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. മുമ്പ് കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ആവർത്തിക്കാം എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഉപദേശമോ നിർദ്ദേശമോ പറയാൻ നമ്മൾ ആരും ആളല്ല. കേരള പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് ഓർത്തുവെക്കുന്നത് എല്ലാ രക്ഷിതാക്കൾക്കും നല്ലതാണ് എന്നതുകൊണ്ടത് ആവർത്തിക്കുകയാണ്. നല്ലതും ചീത്തയും കൃത്യമായി അപഗ്രഥിച്ചെടുക്കാനും ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പക്വത ആർജിക്കാത്ത കാലഘട്ടമാണ് കൗമാരപ്രായം. എന്തിനോടും കൗതുകം തോന്നുന്ന പ്രായം. അതുകൊണ്ട് തന്നെ കൗമാരക്കാർ ലഹരിക്ക് അടിപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. എന്തെന്നറിയാനുള്ള ആകാംക്ഷ, ബോറടി മാറ്റാനുള്ള വഴി, കൂട്ടുകാരുടെ പ്രലോഭനം, വീട്ടിലെ പ്രശ്നങ്ങൾ മറക്കാൻ എന്നിങ്ങനെ ലഹരി വസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിയാനുള്ള കാരണങ്ങൾ നിരവധിയുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പെട്ടെന്നുണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ ദൈനംദിന പ്രവർത്തികൾ, ഇടപെടലുകൾ തുടങ്ങിയവ കൃത്യമായി നിരീക്ഷിക്കുക. അതുകൊണ്ടാണ് രക്ഷിതാക്കൾക്കിതിൽ വലിയ പങ്കുണ്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവരുടേതായ ഇടങ്ങളിൽ ചുരുങ്ങിപ്പോയാൽ ഇതൊന്നും സാധിക്കില്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ ഈ ദുശീലത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഇനി കുട്ടികളിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? പ്രത്യേകിച്ചും അകാരണമായി ദേഷ്യപ്പെടുക, പ്രത്യേകിച്ച് കാരണമില്ലാതെ പഠന നിലവാരത്തിൽ പിന്നോട്ടു പോകുക, രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുക,
കൂടുതൽ പോക്കറ്റ് മണി ആവശ്യപ്പെടുക, വീടുകളിൽ നിന്നും പൈസ കളവ് പോവുക, വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതെ പോവുക, ഉറക്കത്തിന്റെ രീതിയിൽ വരുന്ന വ്യത്യാസം, അമിതമായ ഉറക്കം, കൂടുതൽ സമയം മുറി അടച്ചിടുക, മുറിക്കകത്ത് അസാധാരണമായ മണങ്ങൾ അനുഭവപ്പെടുക, അപരിചിതരോ പ്രായത്തിൽ മുതിർന്നവരോ ആയ പുതിയ കൂട്ടുകാർ കൂടെ ഉണ്ടാവുക, കൈകളിലോ ദേഹത്തോ കുത്തിവയ്പ്പിന്റെ പാടുകളോ അസാധാരണമായ നിറവ്യത്യാസമോ കാണുക, വസ്ത്രധാരണ രീതിയിൽ വരുന്ന പെട്ടെന്നുള്ള വ്യത്യാസങ്ങൾ, അലസത, ഒന്നും കൃത്യമായി ചെയ്യാനുള്ള നിഷ്ഠയില്ലായ്മ എങ്കിൽ മുൻകരുതൽ സ്വീകരിക്കുക. ഒരു സുഹൃത്ത് എന്ന പോലെ രക്ഷിതാക്കൾ കുട്ടികളോട് പെരുമാറുക. പേടി കൂടാതെ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തും വന്ന് രക്ഷിതാക്കളോട് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നണം. കുട്ടികളെ ഭീഷണിപ്പെടുത്തിയോ മർദ്ദിച്ചോ ശകാരിച്ചോ ഇത്തരത്തിലുള്ള ശീലം മാറ്റാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് മനഃശാസ്ത്ര വിദഗ്ധന്റെയോ കൗൺസിലിംഗ് വിദഗ്ധന്റെയോ സഹായം ആവശ്യമാണ്. പെട്ടെന്ന് നിർത്താൻ കഴിയുന്നതല്ല ഇത്തരം ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം. ചികിത്സയ്ക്കിടയിൽ കുട്ടി ചിലപ്പോൾ വീണ്ടും അത്തരം ശീലങ്ങളിലേക്ക് മടങ്ങിപ്പോയേക്കാം. അപ്പോഴെല്ലാം ക്ഷമയോടെ കുട്ടിയെ കൗൺസിലിംഗ് നൽകി മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുക. പ്രവാസികളായ ഓരോ രക്ഷിതാവിന്റെയും ഉള്ളിൽ ആധിയാണ് തന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇത്തരത്തിലേതെങ്കിലും ചതിക്കുഴികളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നറിയാതെ. അവരോടും പറയാനുള്ളത്, എല്ലാ ദിവസവും കൃത്യമായി അവരുമായി സംസാരിക്കുവാനുള്ള ഒരു സമയം കണ്ടെത്തി വെക്കണം. എല്ലാ വൈകുന്നേരങ്ങളിലും കുടുംബാംഗങ്ങളുമായി വീഡിയോ കോളിലൂടെയോ മറ്റോ കണ്ടു തന്നെ സംസാരിക്കാനുള്ള ഒരു സമയം മാറ്റിവെച്ചേ മതിയാകൂ. നമ്മൾ പലപ്പോഴും ഈ രക്ഷിതാക്കൾ കുട്ടികളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവരുടെ ബാഗ് പരിശോധിക്കുക, മുറിയിൽ പരതി നോക്കുക തുടങ്ങിയ രീതികൾ അവലംബിക്കാറുണ്ട്. കുട്ടികളുടെ ലഹരി ഉപയോഗം മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നാണ് ഈ മാതാപിതാക്കളുടെ ധാരണ. ചിലപ്പോഴൊക്കെ ലഹരി ഉപയോഗം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇതിന്റെ മറുവശം ആലോചിച്ച് നോക്കൂ. സദാസമയം തങ്ങളുടെ സംശയത്തിന് നിഴൽ നിർത്തുകയും ഏതുനേരവും നിരീക്ഷിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾ അകന്നു പോകും എന്ന് ഉറപ്പാണ്. നോക്കൂ, ആദ്യത്തെ കഥയിൽ കടക്കാരൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ടാവണം, ഇത് ഫലങ്ങൾ വിൽക്കുന്ന സ്ഥലമല്ല, വിത്തുകൾ നൽകുന്ന ഇടമാണ്.